ഹലോ ഗൈസ്, നമ്മളിന്നൊരു അടിപൊളി ചിക്കൻ അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിനുവേണ്ടി നമ്മളൊരു പാൻ ഗ്യാസിലേക്ക് വെച്ചു അതിലേക്ക് കുറച്ചധികം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഈ നല്ലെണ്ണ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ നല്ലെണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ഫ്രൈ ആയിട്ട് തന്നെ എടുക്കുക. അതിനുശേഷം ഈ ചിക്കൻ മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലേക്ക്, ഇതിപ്പോൾ അല്പം എണ്ണ കൂടുതലാണ്, ഈ എണ്ണ അല്പം മാറ്റി വെച്ചിട്ട് ബാക്കി ആവശ്യത്തിന് എണ്ണ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുന്നു. പിന്നെ ജിഞ്ചർ ഗാർലിക് നമ്മൾ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ഇതിൻ്റെ ജസ്റ്റ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഒരല്പം കായപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ എരിവിന് വേണ്ടിയ ഒരല്പം മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തൊക്കെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടുകയോ അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് നമ്മൾ ചിക്കനിൽ ഓൾറെഡി മാരിനേറ്റ് ചെയ്താണ്. അപ്പോൾ പാകം നോക്കി ചിക്കൻ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2-3 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ജാറിലിട്ട് അടച്ച് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ